സിഡ്നിയിൽ ജൂതരുടെ ഹനുക്ക-ആഘോഷങ്ങൾക്കിടെയുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് അമേരിക്ക. ജൂതവിരുദ്ധതയ്ക്ക് ലോകത്തൊരിടത്തും സ്ഥാനമില്ല. ഓസ്ട്രേലിയൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് അമേരിക്ക വ്യക്തമാക്കി. മധു കൊട്ടാരക്കരയുണ്ട് ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. മധു, എന്താണിപ്പോൾ അമേരിക്ക ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്ന നിലപാട്? മധു. ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. അമേരിക്കയിലുടനീളം രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ വിഷയത്തെ അപലപിക്കുകയുണ്ടായി. ഈ സംഭവത്തെ ശുദ്ധമായ ജൂതവിരുദ്ധ ആക്രമണം എന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇവിടെയും ഇന്ന് രാത്രി മുതൽ ഹനൂക്ക ആഘോഷങ്ങൾക്ക് തുടക്കമിടുകയാണ്. അതുകൊണ്ട് ഈ ആഘോഷങ്ങളൊക്കെ തുടരുവാൻ അമേരിക്കയിലെ ജൂത സമൂഹത്തോട് ഭയപ്പെടാതെ തുടരുവാൻ ട്രംപ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ആക്രമണത്തെ അപലപിച്ചു. ജൂതവിരുദ്ധയ്ക്ക് ഈ ലോകത്ത് സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ജൂതവിരുദ്ധത വർദ്ധിക്കുന്നതിന്റെ കാരണം അവിടുത്തെ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നയങ്ങളാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചിരിക്കുന്നത്. പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഓസ്ട്രേലിയൻ സർക്കാരിന്റെ തീരുമാനമൊക്കെ ഈ ജൂതവിരുദ്ധതയുടെ ആക്കം കൂട്ടിയെന്നാണ് നെതന്യാഹുവിന്റെ വിമർശനം. ഉന്മേഷ്. ശരി. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.